ആരോഗ്യവകുപ്പിന്റെ പൂക്കളത്തിൽ വിരിഞ്ഞത് വയനാട് ചൂരൽമലയും കർമ്മനിരതരായ രക്ഷാദൗത്യ സംഘവും. വട്ടംകുളം ആരോഗ്യ വിഭാഗമാണ് മനോഹരമായ പൂക്കളമൊരുക്കിയത്. വട്ടംകുളം പഞ്ചായത്തിലെ പാലപ്ര ജനകീയാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഇങ്ങനെയൊരു ഓർമ്മപ്പൂക്കളം ഓണക്കാലത്തൊരുക്കിയത്. ഈ വർഷം ആഘോഷമൊന്നുമില്ലാതെ പൂക്കളം ഒരുക്കുക മാത്രമാണ് ഓണക്കാലത്ത് ചെയ്തത്. ഇവർ ഒരുക്കിയ പൂക്കളത്തിലാണ് ചൂരൽമല രക്ഷാദൗത്യം വിരിഞ്ഞത്. മലകൾക്കിടയിൽ നിന്ന് ഉരുൾപൊട്ടി വരുന്നതും സൈന്യം ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതും, സൈന്യം രക്ഷാപ്രവർത്തനം നിർമ്മിച്ച ബെയിലി പാലവും തകർന്ന സ്കൂളും വളണ്ടിയേഴ്സ് രക്ഷാപ്രവർത്തനങ്ങൾ ഒരുമയോടെ നടത്തുന്നതും, രക്ഷിക്കുന്നതിനു വേണ്ടി അമ്മയും കുഞ്ഞും കൈകൾ ഉയർത്തിക്കാണിക്കുന്നതും പൂക്കളത്തിലുണ്ട്. അപകടത്തിൽ മരിച്ചവർ, രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ, ഭക്ഷണം, സാമ്പത്തിക സഹായം നൽകിയവർ, മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞ അമ്മ, ഉറ്റവരെ നഷ്ടപ്പെട്ട ദുഃഖമനുഭവിക്കുന്നവർ, പ്രവർത്തനങ്ങൾ അനുഭവിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച ജനപ്രതിനിധികൾ, സർക്കാർ സംവിധാനങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവരെയെല്ലാം ഈ ഓണക്കാലത്ത് ഈ പൂക്കളത്തിലൂടെ ഓർക്കുകയാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു അപകടമാണ് വയനാട് ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും പകുതി ജീവനായിട്ടുണ്ടാവുകയും അതിൽ കുറച്ച് പേര് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളടക്കം കുറച്ച് പേര് രക്ഷപ്പെടുകയുണ്ടാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന രീതിയിൽ എല്ലാ സെൻ്ററുകളും, സർക്കാർ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ സെൻ്ററുകളും അവർക്കൊപ്പം കൈകോർത്തുകൊണ്ട് നമ്മൾ നിൽക്കുകയുണ്ടായത്. ഈ ഒരു അവസ്ഥയിൽ മരിച്ചുപോയ ആളുകൾക്ക് അതേപോലെ തന്നെ അതിനൊപ്പം നിന്നുകൊണ്ട് നിരവധി സൈനികരൊപ്പം ഉണ്ടായിരുന്നു, വളണ്ടിയർമാരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. നിരവധി പേരുകളാണ് അവരെ കൈകോർത്തുകൊണ്ട് അവർ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആളുകൾക്കെല്ലാം പുതിയ വീട് വെച്ചുകൊണ്ട് അവർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും അവരൊപ്പം നിന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ഓണാഘോഷം നടത്തി സഹായിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ്. കൂടാതെ വഞ്ചിക്കളിയും തുഴക്കാരും ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറായ രാജേഷ് പ്രശാന്തിയിലാണ് പൂക്കളം രൂപകൽപ്പന ചെയ്തത്. ജനപ്രതിനിധികൾ, ആരോഗ്യ ആശാപ്രവർത്തകർ ഒത്തുചേർന്ന് പൂക്കളം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസൈനാർ നെല്ലിശ്ശേരി, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി വി ഷീജ, പഞ്ചായത്ത് അംഗം ശ്രീജ പാറക്കൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫസൽ, ഡോക്ടർ സുനീർ, ആരോഗ്യ പ്രവർത്തകരായ എസ് വിസ്മയ, സി പി ശാന്ത, പി പി രജിത, ആശാപ്രവർത്തകരായ ഒ പി ഗിരിജ, വി കെ വനജ, എം ഷാർമിള എന്നിവർ പൂക്കളം തീർക്കുന്നതിന് നേതൃത്വം നൽകി. NCV ന്യൂസ് എടപ്പാൾ.